കെമിസ്ട്രിയുടെ വേറൊരു ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് മോഡേൺ സയൻസ് മോഡേൺ മെഡിസിൻ പോകുന്നത്. അപ്പം മോഡേൺ മെഡിസിനിലാണെങ്കിൽ അത് ഒരു മരുന്ന് തന്നു, എന്തുകൊണ്ടാണ് ഇത് മാറിയത്? ഇവിടെ പറഞ്ഞ ആയുർവേദക്കാരൻ പറഞ്ഞത് തന്നെയാണ് അവിടെയും. എവിടെ അവിടെ പിൻവലിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതെ അതെ ആഗമപ്രമാണം പൂർണ്ണമായി അവിടെ വരാത്തതിന് കാരണം അത് മുഴുവൻ കണ്ടെത്തുന്നത് വരെ ക്ഷമ കമ്പനിക്കില്ല. അതിനു മുമ്പ് മാർക്കറ്റിലെത്തിക്കും. മാർക്കറ്റിലെത്തിക്കുന്നത് ദോഷമുണ്ടെന്ന് കാണുമ്പോഴാണ്, ഗുണമുണ്ടെന്ന് കാണുമ്പോഴല്ല. ദോഷമുണ്ടെന്ന് കാണുമ്പോഴാണ്. അങ്ങനെയാണ് റിസർച്ച്. നിങ്ങൾക്ക് അറിയാൻ വയ്യാനില്ല. അല്ല, നിങ്ങൾ ചിരിച്ചു തള്ളാനല്ല പറഞ്ഞു, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ. ഞാൻ ഒരു തമാശയോ കളിയാക്കി പറഞ്ഞതോ അല്ല. ഞാനൊരു മെഡിക്കൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ കോടാനുകോടി രൂപ മുടക്കിയാലേ ഒരു കമ്പനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിരിക്കുന്ന പോലല്ല. ഏതാണ്ട് ഒരു 6000-7000 കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു മെഡിസിൻ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല ഒരു കമ്പനിക്ക്. അത്രയും കാശുള്ളവന് മാത്രം സങ്കല്പിക്കാൻ പറ്റുന്നതാണ് മെഡിക്കൽ റിസർച്ച്. കാരണം ഇത് ഡയറക്റ്റായിട്ട് മരുന്ന് ഉണ്ടാക്കി ഊഹത്തിൽ കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം വെച്ചാൽ ഇതിലെല്ലാം കെമിക്കൽസാണ്, രാസവസ്തുക്കളാണ് മുഴുവൻ. അതുകൊണ്ടാണ് ഇത് പെട്രോളിയം കെമിക്കൽ ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്, അല്ലാതെ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലല്ല. നമ്മളുടെ ഒരു മെഡിസിനും ആരോഗ്യവകുപ്പിൻ്റെ കീഴിലല്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ. നേരത്തെ അല്ല, ഒരിക്കലും അങ്ങനെയല്ല. സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കലും അങ്ങനല്ല. ആരോഗ്യവകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആകെ കുളമാവും. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിന്റെ കീഴിൽ വരുന്ന ഒന്നാണ്. കുറച്ച് നാളൊന്നുമല്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ അങ്ങനെയാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴേ അങ്ങനെയാണ്. അല്ലാതെ ഇടയ്ക്ക് വെച്ച് മാറ്റമൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. 100% പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. ആ വകുപ്പിൻ്റെ കീഴിലാണ്. തമ്മിൽ യാതൊരു ധാരണയും ഇല്ല. മാത്രമല്ല, ഇത് ആദ്യം ഇൻവൈവോ ഇൻവിട്രോ സ്റ്റഡീസ് വേണം. ഇൻവൈവോ ഇൻവിട്രോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. ഒരുപാട് ചിലവുള്ള പണിയായത്. കാരണം ഇതിൻ്റെ എല്ലാം അഴിച്ചു പറിച്ച് ബയോകെമിസ്ട്രി, മോളിക്യൂളർ ബയോളജി ഒക്കെ ഉള്ളവർ ഇരിക്കണം. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഏതെല്ലാം അണുക്കളുമായി ഇത് മുട്ടേറ്റ് ചെയ്യും, അവയുടെ അമിനോ അമ്ലങ്ങൾ എങ്ങനെയെല്ലാം മാറും, അതിൻ്റെ എല്ലാ പഠനവും വേണം. അത് ചില്ലറ പഠനമൊന്നുമല്ല. ഈ പഠനമെല്ലാം ചെയ്ത് ഈ സാധനം ഒരു ലെവലിൽ എത്തിക്കുമ്പോഴേക്കും നല്ലൊരു തുക ചിലവാകും. അത് കഴിഞ്ഞാൽ ഈ സാധനം ലോജിക്കിന് വിധേയമായി, അതായത് ബയോകെമിസ്ട്രിയുടെ ലോജിക്കിന് വിധേയമായി ഇത് ഫലപ്രദമാണെന്ന് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ബോധ്യമാവണം. ഡിഡക്റ്റീവ് അല്ല, ഇൻഡക്റ്റീവ് റീസണിങ്. അതാണ് ഏറ്റവും ക്ലിഷ്ടമായ പരിപാടി. അല്ല, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞൊരു ത്രികോണം വരച്ച് ആ 3 കോണുകൾ അളന്നെഴുതുന്ന ഇൻഡക്റ്റീവ് റീസണിങ്. ഒരു ത്രികോണം വരച്ച് അതിൻ്റെ BC വശം ഡിയിലേക്ക് നീട്ടി പാരലായിട്ട് AB-ക്ക് പാരലായി ഒരു രേഖ വരച്ച് തെളിയിക്കുന്നത് ഇൻഡക്റ്റീവ് റീസണിങ്. അവിടെ ഉദാഹരണങ്ങളൊന്നുമില്ല. രണ്ടാമത്തത് ഡിഡക്റ്റീവ്, ആദ്യത്തെ ഇൻഡക്റ്റീവ്. ഒരു ത്രികോണം വരയ്ക്കുക, അതിൻ്റെ 3 കോണുകളുടെ തുക കണ്ടെത്തുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. കാരണം അവിടെ ഉദാഹരണം വെച്ചാണ്. അത് നമുക്ക് എളുപ്പമാണ്. മനസ്സിലായോന്നറിയില്ല. മറ്റത് കെമിസ്ട്രിയുടെ ചില പദ്ധതികളുണ്ട്, അത് വെച്ചിട്ട് ഇൻഡക്റ്റീവ് റീസണിങ്ങിലല്ല ഡിഡക്റ്റീവ് റീസണിങ്ങിൽ ഇത് തെളിയിക്കണം. ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെയാണ് ഗിനിപ്പന്നി, വെള്ളരി ഇതിലൊക്കെ പരീക്ഷിക്കണം. ഇതിന് വലിയ കാശീലമുണ്ട്. ഈ ജീവജാലങ്ങളോട് സ്നേഹമുള്ള സമൂഹമുണ്ട്. ഇതിൻ്റെ അനുമതിക്കൊക്കെ ഒരുപാട് പണികളുണ്ട്. ഇത് കഴിഞ്ഞ് അവയിൽ ഒന്നും കുഴപ്പമില്ലാന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വോളണ്ടിയേഴ്സിനെ എടുത്ത് അവരിൽ പരീക്ഷിക്കണം. അവരിൽ ഈ രോഗം ഉണ്ടാക്കിയിട്ട് വേണം പരീക്ഷിക്കാൻ. അതിനിടയിൽ കുറേ പേര് മരിച്ചുപോയാൽ അതിന് ഉത്തരം പറയണം, അതിന് കോടികൾ കൊടുക്കണം. നമ്മൾ പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് വേണം ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ.
അപ്പോൾ ഇതിൻ്റെ വഴികളെല്ലാം ചെയ്യുമ്പോൾ ഇത്രയും രൂപ ചിലവാക്കി ലാസ്റ്റ് ടെസ്റ്റിൽ ഇതിറക്കാൻ മേലാത്തതാണെന്ന് കിട്ടിയാൽ ഈ കാശ് മുഴുവൻ പോയി. ആര് തരും? ഗവൺമെൻറ് തരുമോ? ഡോക്ടർമാരെല്ലാം കൂടെ തരുമോ? രോഗികൾ തരുമോ? തരില്ല. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കൊല്ലം ഇത് മാർക്കറ്റിൽ ഓടി കിട്ടിയാൽ മുടക്ക് കാശ് കിട്ടും. വിഷമം കൂടാതെ ഈ മുടക്ക് കാശ് കമ്പനിക്ക് കിട്ടണമെങ്കിൽ ഗവൺമെൻറ്റുകളിൽ ഇരിക്കുന്ന ജനാധിപത്യമായതുകൊണ്ട്, രാജാവല്ലാത്തതുകൊണ്ട് ഒരുപാട് പൈസ ചിലവാക്കണം. എങ്കിലേ അനുമതി ഇങ്ങി പോലുള്ളൂ. അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ മുഴുവൻ തൃപ്തിപ്പെടുത്തണം. ഇതെല്ലാം തൃപ്തിപ്പെടുത്തിയാൽ എഴുതുന്ന ഡോക്ടറുടെ പെനത്തുമ്പിലാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത്. അവരെ തൃപ്തിപ്പെടുത്തണം. ഇവരെ എല്ലാം കൊണ്ടുനടന്ന് കൊടുക്കാൻ പറ്റിയ ആളുകൾ മാനേജ്മെൻറ്റിൽ വേണം. ഇത്രയും പേർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കണം. ഇത്രയും പേരെ കമ്പനി നിയമിച്ചു കഴിഞ്ഞാൽ ഈ സാധനം മാർക്കറ്റിലിറക്കി ഈ പൈസ പിടിക്കുന്നതിന് മുമ്പ് അടുത്ത സാധനത്തിൻ്റെ പണി തുടങ്ങിയില്ലെങ്കിൽ ഇവന് പിന്നെ ശമ്പളം കൊടുക്കാനുണ്ടാവില്ല, കമ്പനി കൂട്ടും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അത് നിങ്ങളാണത് ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കണം. അതിന് പകരം മനുഷ്യസ്നേഹം മാത്രം വെച്ചുകൊണ്ട് ഇതൊന്നും ഇങ്ങനെയല്ല വേണ്ടതെന്ന് തീരുമാനിച്ചാൽ കാര്യം നടക്കുകയല്ല. ലോകത്താകുമ്പോൾ ഇങ്ങനെയും നടക്കാൻ പറ്റുള്ളൂ. ബാക്കി ഇവൻ എത്ര ലക്ഷം മുടക്കി അല്ലെ എത്ര കോടി മുടക്കി. അപ്പോൾ അതിനിടയിൽ ചില ജമ്പിങ് ഉണ്ടാവും. കാരണം ഈ റിസർച്ച് സ്റ്റംപിങ് ബ്ലോക്കിൽ ചെന്ന് നിൽക്കും. കാരണം എല്ലാ റിസർച്ചും ചെയ്തപ്പോഴാണ് ഗിനിപ്പന്നി ചത്തുപോകുന്നത്. ചത്തെങ്കിലും ഒരു ഗുണമുണ്ട്, റിസൾട്ട് ക്ലിയറാണ്. ആ പർട്ടിക്കുലർ രോഗം മാറിക്കഴിഞ്ഞിട്ടാണ് ഈ ചത്തിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവും. രോഗം മാറി എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് റിസർച്ച് അല്പം കൂടെ മുന്നോട്ട് പോകും. അപ്പോൾ അതിനകത്തെ ആ റിസർച്ച് ചെയ്യുന്ന ആളുകൾ നോക്കും, താൽക്കാലികമായ ആ മരണം ഒന്ന് നീട്ടി വെക്കാൻ പറ്റുമോ. ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടാണ് മരിച്ചത്. അപ്പോൾ ഈ മരുന്ന് കുടിക്കുന്ന കൂടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു മരുന്ന് കൂടെ തൽക്കാലം കുടിക്കും. അത് ഹാർട്ടിനെ ബാധിച്ചിട്ടാണ് മരിക്കുന്നത്. അത് നേരത്തെ കണ്ട റിസർച്ച് വേളയിൽ തന്നെ കണ്ടു, ഹാർട്ടിനെ ബാധിച്ചിട്ടാണ് മരണമല്ല. ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രോഗം വളരെ നിസ്സാരമാണ്. കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് എന്താ പറയുക, കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയില്ല. അത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ അതിനുള്ളൊരു മരുന്ന് കണ്ടുപിടിച്ചു. ഓജോവർദ്ധകമായ ഒരു മരുന്ന് കണ്ടുപിടിച്ചു. അത്തരം മരുന്നുകൾക്കെല്ലാം സാധാരണഗതിയിലുള്ള ഒരു അപകടമാണ് ഹൃദയത്തെ ബാധിക്കുക. കാരണം ഇമോഷൻസിനെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. ഇത്തരം മരുന്നുകൾക്കെല്ലാം ഉണ്ട്, പക്ഷെ ഇതിന് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതിന് കൂടുതൽ ഫലപ്രദമാണ് മരുന്ന്. അത് കണ്ടിട്ടുണ്ട്, കാണാതെയല്ല. മരുന്നിറക്കി മാർക്കറ്റിലേക്ക് വിട്ടു. 2 മാസം കൊണ്ട് സകല ആളുകളും, കാരണം കുടുംബജീവിതവും സെക്സും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതായതുകൊണ്ട് എല്ലാവരും മരുന്ന് വാങ്ങിച്ചു കഴിച്ചു. അപ്പം ഈ റിസർച്ച് ചെയ്തവനറിയാം ഇതിന് കുഴപ്പമുണ്ടെന്ന്. ഒരു കൊല്ലമായപ്പോഴേക്ക് ഡോക്ടർമാർക്ക് റിപ്പോർട്ട് കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പം മാർട്ടിൻ ഡെയിലിൽ അടുത്ത എഡിഷനിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ കൂടെ ഇങ്ങനൊരു സൈഡ് എഫക്റ്റ് എഴുതി 1 കൊല്ലം കൂടെ ഉള്ളൂ. അപ്പോഴേക്ക് പരാതികൾ പലയിടത്തുനിന്ന് വരാൻ തുടങ്ങുമ്പോഴേക്ക് കമ്പനി തന്നെ എഴുതും ഈ മരുന്ന് പിൻവലിച്ചിരിക്കുന്നു. നിരോധനം വരുന്നതിന് മുമ്പ് തന്നെ കമ്പനി ഈ മരുന്നങ്ങ് പിൻവലിക്കും. അപ്പോഴും മരുന്നൊന്നും ഉണ്ടാവില്ല മാർക്കറ്റിൽ. മരുന്നങ്ങ് പിൻവലിച്ചിട്ട് ഇതിൻ്റെ പുതിയൊരു ജനറേഷൻ ഈ കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞ് വേറെ ഇറക്കും. അതുകൊണ്ടാണ് പറഞ്ഞ ദോഷം ഉള്ളത് തന്നെയാണ് ഇറക്കുന്നത്. അങ്ങനെ ഇറക്കാൻ പറ്റുള്ളൂ.
അതിൻ്റെ ദോഷങ്ങളെ മുഴുവൻ പഠിച്ച ആളുകളാണ് കുറിക്കാനിരിക്കുന്നത് എങ്കിൽ കുറിക്കാൻ പറ്റില്ല. അപ്പോൾ ആഗമം കൊണ്ടാണ് കുറിക്കുന്നത്. മുമ്പുള്ള ആൾ പറഞ്ഞു, റിസർച്ച് ചെയ്ത ആൾ പറഞ്ഞു. അതിൽ ഇന്ത്യൻ സയൻസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ടൈം ടെസ്റ്റഡ് അല്ലെങ്കിൽ അത് ആഗമത്തിൽ പെടില്ല. മോഡേൺ സയൻസ് ഇന്ത്യയിൽ വന്നതുകൊണ്ട് വളരെ മെച്ചമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ എഴുതുന്ന പുസ്തകങ്ങളൊക്കെ ജനങ്ങൾ വാങ്ങിക്കുന്നത് മോഡേൺ സയൻസിൻ്റെ അതിപ്രസരം കൊണ്ടാണ്. വ്യാസൻ്റെയോ പതഞ്ജലിയുടെയോ പുസ്തകങ്ങൾ ചിലവായില്ലെങ്കിലും ഞങ്ങളുടെ പുസ്തകങ്ങൾ ചിലവാകുന്നത് അതിനകത്ത് ഞങ്ങളുടെ ഹാലൂസിനേഷൻസ് ധാരാളം ഉണ്ടാവും. അത് വായിക്കാൻ വലിയ ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പോൾ ഞാൻ ഹിമാലയത്തിൽ പോയി, ഞാൻ അവിടെ അതും ഇതുമൊക്കെ കണ്ടു എന്നെഴുതിയാൽ ആ പുസ്തകം ഏറ്റവും അത്ഭുതകരമായി ചിലവാകും. ഹിമാലയത്തിൻ്റെ മോളിൽ ചെന്നപ്പം അതിൻ്റെ ഉച്ചിയിൽ 4 പേര് നൂലുബന്ധമില്ലാതെ നിൽക്കുന്നു. സനൽകുമാരൻ, സനകൻ, സനന്ദൻ നേരിട്ട് കണ്ടു. അവരെനിക്ക് ദീക്ഷ തന്നു. അവർ ദീക്ഷ തന്നപ്പോൾ ഞാൻ സിദ്ധനായി എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയാണെങ്കിൽ ഗംഭീരായി. നിങ്ങൾ പോയാൽ കാണത്തുമില്ല ഇവരെ. ഇങ്ങനെ ധാരാളം സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്. അതൊന്നും പ്രത്യക്ഷ പ്രമാണത്തിൽ വരില്ല, അനുമാന പ്രമാണത്തിൽ വരില്ല. ആഗമ പ്രമാണത്തിൽ വരേണ്ടതാണ്, പ്രൊവൈഡഡ് ടൈം ടെസ്റ്റഡ് ആണ്. വ്യാസാദികളൊക്കെ എഴുതിയത് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണത് കാലാതീതമായി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധി ഒരിക്കൽ പറഞ്ഞത് ആയുർവേദത്തിന് ജീവനില്ല, മോഡേൺ മെഡിസിന് ജീവനുണ്ട്, അതെപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ആയുർവേദത്തിൽ റിസർച്ചേ നടക്കുന്നില്ല. ഗാന്ധി പറഞ്ഞ അർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ മറുവശം അവിടെ ആദ്യം തന്നെ എഴുതി വെച്ചവർ അന്ന് എഴുതിയത് ഉപയോഗിച്ചാൽ മതി, ഇന്നും പ്രയോജനപ്രദമാണ്. അത് ചരകൻ ആ പുസ്തകത്തിൽ തന്നെ എഴുതുന്നുണ്ട്. ശാശ്വതോയം ആയുർവേദ എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമായിട്ടാണ് അതിനെ വർഗീകരിച്ച് എഴുതിയിരിക്കുന്നത്. ഭാവ സ്വഭാവ നിത്യത്വാത്, സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത്, അനാദിത്വാത്. ശാശ്വതോയം ആയുർവേദ അനാദിത്വാത്, ഭാവ സ്വഭാവ നിത്യത്വാത്, സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെടിയല്ല, യോഗൌഷധമായി ഉപയോഗിക്കുന്ന ഒന്നും ചെടിയല്ല. ഒറ്റമൂലികളായി കൊടുക്കുന്നതൊക്കെ ചെടിയുള്ളൂ. ഏക ഔഷധങ്ങൾ മാത്രമേ ചെടിയുള്ളൂ. അങ്ങനെ അധികം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ടോക്സിക്കും ആൻറ്റി ടോക്സിക്കുമായിട്ടുള്ള അംശമുണ്ട്. അപ്പം റോൾഫിയ സർപ്പൻറ്റീന, സർപ്പഗന്ധ, അത് കൊടുത്താൽ BP പെട്ടെന്ന് താഴും. പക്ഷേ ഒരു 4 ആഴ്ച കഴിച്ചു കഴിഞ്ഞാൽ, അത് മോഡേൺ മെഡിസിൻ്റെ ടാബ്ലറ്റ് ആയാലും ആയുർവേദത്തിൻ്റെ ടാബ്ലറ്റ് ആയാലും ആ സാധനം കഴിച്ചാൽ, ആയുർവേദ കമ്പനി ഉണ്ടാക്കിയ ടാബ്ലറ്റ് ആയാലും ഡയറക്റ്റായിട്ട് സർപ്പഗന്ധയാണ് കൊടുത്തതെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തിരിക്കും. കുറച്ച് ദിവസം കൊണ്ട് അവന് ഡിപ്രഷൻ ഉണ്ടാവും. കുളത്തിലോ കിണറ്റിലോ അവൻ ചാടും, ഇല്ലെങ്കിൽ കയറത്തുന്നു. അത് തനിച്ചായിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് യോഗ ഔഷധങ്ങളായി മാത്രമേ കൊടുക്കാൻ പറ്റൂ. യോഗ ഔഷധങ്ങൾ മോഡേൺ മെഡിസിനിലില്ല. ആയുർവേദത്തിൽ യോഗ ഔഷധങ്ങളേ ഉള്ളൂ. അതാണ് ഈ കൊട്ടൻ ചുക്കാദി, ആദിന്ന് കേട്ടിട്ടില്ലേ? ത്രിഫലാദി, കൈഡരിയാദി. ആ ആദി എന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ കൂടെ അനേക ഔഷധങ്ങൾ ചേർന്നതാണെന്നാണ്.
അവസാനം തന്നിഷ്ടാദി വരെ. അപ്പോൾ അങ്ങനെ കഷായ യോഗങ്ങളും ഇതുമുണ്ട്. അതിലുണ്ടാക്കുന്ന സമയത്ത് അവരുണ്ടാക്കുന്നത് അതിൻ്റെ എസൻസ് അല്ല. ഇപ്പോൾ ആയുർവേദക്കാർ എസൻസാണ് എടുക്കുന്നത്, കഷായത്തിൽ എസൻസ് അല്ല എടുക്കുന്നത്. അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ആ ചെടിയുടെ എസൻസാണ് മരുന്നെന്നാണ്. അല്ല, ഇത് തറച്ച് അടുപ്പത്ത് വെക്കുമ്പോൾ തുറന്ന ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുകയാണ്. എസൻസ് എന്ന് പറയുന്നത് അതിലെ വോളറ്റൈൽ ഓയിലാണ്. ആ ഓയിൽ ആദ്യത്തെ തിളയ്ക്ക് തന്നെ പോകും. അതാണ് ഈ എസൻസ് എന്ന് പറഞ്ഞെടുക്കുന്നത്. അതിലൊരു തുള്ളി പോലും ആ മരുന്നിനകത്തുണ്ടാവില്ല. കാരണം വെച്ചാൽ 16 ലിറ്റർ വെള്ളത്തിൽ 4 ലിറ്ററായിട്ട് വറ്റിക്കുമ്പോൾ അതിനകത്ത് എന്ത് എസൻസ് ആയിരിക്കുന്നത്? അത് മുഴുവൻ ആവിയായി പോകും. ചണ്ടി പിഴിഞ്ഞ് ദൂരെ കളയും. പിന്നെ അതിലുള്ള മെറ്റൽസ് ആൻഡ് മിനറൽസിൻ്റെ വെള്ളത്തിൽ ലയിക്കുന്ന പാർട്ടാണ് മരുന്നായിട്ട് വരുന്നത്. ഒൺലി മെറ്റൽസ് ആൻഡ് മിനറൽസ്. അത് ആവിയായി പോവില്ല. അതും വെള്ളത്തിൽ ലയിക്കുന്നിടത്തോളം പാർട്ട് മാത്രം. അതുകൊണ്ടാണ് ചരകൻ പറഞ്ഞത് ഭാവ സ്വഭാവ നിത്യത്വാത്. അത് എല്ലാ കാലത്തും നിത്യമായ സാധനമാണ്. അത് ചൂടുള്ളിടത്തായാലും ഇപ്പം ഊട്ടിയിൽ നിന്ന് പറിക്കുന്ന ഒരു ചെടിയിലെ ആ ഓയില് കേരളത്തിൽ നിന്ന് പറിച്ചാൽ ഉണ്ടാവില്ല. കാരണം ഊട്ടിയിൽ സൂര്യപ്രകാശം കുറവായതുകൊണ്ടും തണുപ്പുള്ളതുകൊണ്ടും ആ ഓയിൽ അവിടെ കൂടുതലുണ്ടാവും. കേരളത്തിലാകുമ്പോൾ ആ ഓയിലുണ്ടാവില്ല. അപ്പോൾ കേരളത്തിൽ ആ ചെടി തന്നെ മരുന്നായിട്ട് ഉപയോഗിച്ചാൽ ഫലം കിട്ടില്ല. അതിൻ്റെ എസൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. മനസ്സിലായി? എസൻസ് അല്ല, ഇതാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് ഊട്ടിയിലായാലും ഇവിടെയായാലും തുല്യമായിരിക്കും. അപ്പോൾ കാലദേശാതീതമായി അതിനെ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രമാണഭൂതമായ അറിവ് പ്രത്യക്ഷത്തിൽ ഇതാണ്, അനുമാനത്തിൽ ഇതാണ്. പ്രത്യക്ഷം, അനുമാനം, ആഗമം, ഈ 3 നമ്മൾ മോഡേൺ സയൻസ് ആയാലും പ്രാചീനമായാലും ഉപയോഗിക്കുന്നത്. സോയിൽ കണ്ടീഷൻ കൊണ്ട് അല്പസ്വല്പം മാറ്റം. അത് മാറും, അല്പസ്വല്പം മാറ്റം. ഇതിൻ്റെ അളവിലൊക്കെ ചെറിയ ചെറിയ മാറ്റം. അത്രേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആഗമമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അറിഞ്ഞും അറിയാതെയും. എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞ അറിവാണ് നമ്മുടെ എല്ലാം കയ്യിലുള്ളത്. പരമ്പരാഗത ചികിത്സയല്ല, അല്ലാത്തതിലും അങ്ങനെ തന്നെയാണ് അറിവ്. അല്ലാത്തതിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഡോക്ടർക്ക് അറിയുന്ന മരുന്നുകളെല്ലാം ഡോക്ടറെ പഠിപ്പിച്ച് പ്രൊഫസർ പറഞ്ഞു കൊടുത്തതും പിന്നെ പരമ്പരയെ ആ പുസ്തകത്തിലൂടെ വന്നതുമാണ്. അത് അപ്ഡേറ്റ് ചെയ്യുന്നത് ആ പുസ്തകത്തിലൂടെയാണ്. അതിന് ഡോക്ടേഴ്സ് ഡെസ്ക് റെഫറൻസ് ഉണ്ടാവും. പിന്നെ പോരാത്തത് അറിയിക്കാൻ അറപ്പും കൂട്ടരും ഒക്കെ വരുന്നുണ്ടാവും. അവരൊന്ന് പറഞ്ഞാൽ ഉടനെ അറിവാവില്ല. കാരണം എന്താ, നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ ജനറിക് ഫോമുല ഇന്നതിനാണെന്നുള്ളത് അറിയും. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഇവൻ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നത്. പേറ്റൻറ്റിൽ ആ സാധനം എടുത്ത് എങ്ങനെയാണ്, അതിലും ഇപ്പോൾ ഇന്ന് വരെ വ്യത്യാസമുണ്ട്. ലൈസൻസ് എടുക്കുന്ന ഒരു ലീഡർ കമ്പനി മാത്രമായിരിക്കും. അവൻ 5 കൊല്ലം കൊണ്ട് ആ കാശുണ്ടാക്കും, അല്ലെ 2 കൊല്ലം കൊണ്ട് അവൻ ആ കാശുണ്ടാക്കും. അവനാണ് ആ ഫോമുലേക്ക് പേറ്റന്റ് കിട്ടുന്നത്, അവന് മാത്രം. അവൻ ആ മുതൽ ഒത്തു കഴിഞ്ഞാൽ ഉടനെ ആ ഫോമുല അവൻ ബാക്കി കമ്പനികൾക്ക് കൊടുക്കും, ചില്ലറ വാങ്ങിച്ചോണ്ട്. അപ്പോൾ അവരെല്ലാം വേറെ പേരിൽ അതേ മരുന്ന് തന്നെയാണ്. ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഇപ്പോഴത്തെ നിയമം അതാണ്. പേറ്റന്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് റിസർച്ച് എല്ലാം ചെയ്തപ്പോൾ അത് പ്രാചീനം വെച്ചിട്ടല്ല പേറ്റന്റ് കൊടുക്കുന്നത്. പ്രാചീന മരുന്നുകൾക്ക് പേറ്റന്റ് ഒന്നുമില്ല. പുതിയ മരുന്ന് അവരുണ്ടാക്കും ഇത് വെച്ചിട്ട്. അത് ഉണ്ടാക്കുമ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ആ പേറ്റന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലീഡർ കമ്പനിക്ക് പേറ്റന്റ് കിട്ടി ഒരു 2 കൊല്ലമോ 1 കൊല്ലമോ ഓടി കഴിയുമ്പോൾ അവനത് വിൽക്കും. അത് 10ഓ 15ഓ കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ അവരുടെ മരുന്നും ഈ മരുന്നും ഈഷ പേര് വ്യത്യാസത്തിൽ മാർക്കറ്റിലിറങ്ങും.
അപ്പോൾ ആ പേര് വ്യത്യാസത്തിൽ ഇറങ്ങുമ്പോൾ മാർക്കറ്റിലൊരു മത്സരം ഉണ്ടാവും. അപ്പോൾ ഇവൻ്റെ മരുന്നിന് കുറച്ച് ഗുണം കൂടുതലിരിക്കും, കാരണം ഇവനെ മുഴുവൻ വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. മറ്റവരുടെ മരുന്നിന് അത്രയും ഗുണം കാണുകയില്ല. മറ്റവരുടെ മരുന്ന് നല്ലപോലെ ചിലവാകുന്ന കൂടെ ഇവൻ്റെ മരുന്ന് കുറെ കൂടുതൽ ചിലവാകും. ഇതാണ് അതിൻ്റെ കളി. അല്ലെങ്കിൽ അവർ മോഷ്ടിക്കും, ഇത് മോഷ്ടിച്ചിട്ട് ഈ പ്രോഡക്റ്റ് ഇറക്കും. അപ്പോൾ 10 പൈസ കിട്ടുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും കെമിസ്ട്രിയൊക്കെ അറിയാവുന്നവരുണ്ടാവും. ഈ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് പോകും. പാരസെറ്റമോൾ ആദ്യം ഇറങ്ങിയിരുന്നത് ലിക്വിഡായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായ ഈ സാധനം ഉള്ളത് കാരണം വേറെ ഒരു കമ്പനിയുടെയും സാധനം ഓടാതായി. അപ്പോൾ ഒരു കന്യാസ്ത്രീ ചെന്ന് AS മേനോൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കമ്പനിയുടെ റീജിയണൽ മാനേജർ, കാരണം അയാൾ അവിടെ ചെന്നിട്ട് യാദൃച്ഛ്യമായ അയാളുടെ ഒരു മരുന്ന് അവിടെ കൊടുക്കുന്നതിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് പറഞ്ഞത് ഇതുപോലെ വല്ലതും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ വല്ലതുമൊക്കെ കൊണ്ടു തന്നാൽ പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടുന്ന് ഒരു കുപ്പി മേടിച്ചുകൊണ്ട് പോയി അവരുടെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ആ സാധനത്തിൻ്റെ വേറൊരു പ്രോഡക്റ്റ് അയാൾ മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ മറ്റതിന് അപ്പുറം കിടന്നു, അതിൻ്റെ അപ്പുറം കിടന്നു സാധനം. അപ്പോൾ അങ്ങനെ ഇറക്കുന്നതിനേക്കാൾ നല്ലതാണ് ലീഡർ കമ്പനി ഇവർ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളിത് ആ ഫോമുല തരുവാണ്. ഇപ്പോൾ അതാണ് കളി. അപ്പോൾ ഇതെല്ലാം ലോകത്തുണ്ട്. അത് എല്ലാം നടക്കുന്നത് ആഗമം എന്ന പ്രമാണത്തിൽ തന്നെയാണ്. ഒരാൾ പറഞ്ഞു കേട്ടു, അതിനൊന്നും വ്യത്യാസമില്ല. അത് മോഡേൺ ആയാലും ഓൾഡ് ആയാലും ഒക്കെ ഒരൊറ്റ കാര്യങ്ങളിലാണ് ഓടുന്നത്. 1 പ്രത്യക്ഷം, 2 അനുമാനം, 3 ആഗമം. 3 പ്രമാണം. 3 പ്രമാണത്തിലാണ് ഈ ദൃശ്യമായിരിക്കുന്ന പ്രപഞ്ചവിന്യാസങ്ങളെല്ലാം നിലനിൽക്കുന്നത്. പ്രത്യക്ഷ, അനുമാന, ആഗമ, പ്രമാണാനി. അപ്പോഴാണ് പ്രത്യക്ഷം എന്താണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടെടുത്ത് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. സമയം എന്തായി? പുറകിൽ നിന്ന് ആരും എന്നെ നോക്കി, നിങ്ങൾക്ക് പോകണം എന്നുള്ളതാണ് തോന്നുന്നത്. വായിക്കുന്ന നോക്കിയേ ആണോന്ന് എനിക്ക് എൻ്റെ സംശയമാണ്. വാച്ച് നോക്കുമ്പോൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ കുറെ കഴിയുമ്പോൾ വാച്ച് കുലുക്കണ്ടെന്ന് വിചാരിച്ചാൽ അതായത് പ്രമാണം എന്ന് പറയുന്നതിൽ പ്രത്യക്ഷം, ഇന്ദ്രിയങ്ങൾ വഴി അറിയുന്നത് പ്രത്യക്ഷം. 2 അനുമാനം, അത് പുകയുണ്ടെങ്കിൽ തീയുണ്ട് എന്നറിയുന്നത് അനുമാനം. 3 പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ നിശ്ചയിച്ച വിഷയത്തെ ആപ്തനായ ഒരാൾ പറയുമ്പോൾ, അതിൻ്റെ പേര് ആപ്തൻ എന്നാണ്. കണ്ട് നല്ലോലെ ബോധിച്ച് ഒരാൾ പറയുമ്പോൾ ആഗമം. ഇങ്ങനെ 3 പ്രമാണമായി പറയുന്നത്. അതിൽ പ്രത്യക്ഷപ്രമ, അനുമാനപ്രമ, ആഗമപ്രമ എന്നാണ് അതിന് പറയുന്നത്. ഇത് പലപ്പോഴും ഇത് തമ്മിൽ മത്സരമുണ്ടാവും. പ്രത്യക്ഷവും അനുമാനവും തമ്മിൽ, പ്രത്യക്ഷവും ആഗമവും തമ്മിൽ, അനുമാനവും ആഗമവും തമ്മിൽ. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൂടുതൽ കഷ്ടം. വിഷയങ്ങളെ പഠിക്കാൻ പോകുമ്പോൾ വൃത്തി ഇങ്ങനെയാണ്, വൃത്തിയുമായി ചേരുമ്പോൾ ചിലയിടത്ത് അനുമാനം പ്രത്യക്ഷത്തിന് അനുകൂലമായി ഒക്കില്ല. ആഗമം ചിലപ്പോൾ ഒക്കുകയില്ല. കാരണം ആഗമം ദീർഘകാലാടിസ്ഥാനത്തിൽ അനുഭവമുള്ള ആളായിരിക്കും അച്ഛൻ. അദ്ദേഹം മകനോടൊരു കാര്യം പറയുകയാണ്. പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യം വെച്ചാണ് മകൻ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിലിരുന്ന് കണക്ക് കൂട്ടി ഇത്ര കോഴി, ഇത്ര മുട്ട,
ഇത്ര രൂപ ലാഭം, ഇതൊക്കെ കണക്ക് കൂട്ടി. അച്ഛൻ കണക്ക് കൂട്ടുന്നത് ഇത് മുമ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുട്ട ഇത്രയിട്ട് കിട്ടുകയില്ല, ഈ പറയുന്ന അളവിൽ കിട്ടുകയില്ല. ആദ്യത്തെ കുറച്ച് നാൾ മുട്ടയുടെ എണ്ണം കൂടും, പിന്നെ മുട്ട കുറയും, പിന്നെ മുട്ടയെ ഇടാതെ ഈ കോഴി ശല്യമായി തീരും. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നായിരിക്കും അച്ഛൻ കൂട്ടിയിരിക്കുന്നത്. ഇതിനിടയിൽ കോഴിക്ക് വസന്ത വരും. അപ്പോൾ അതുകൊണ്ടൊരു 50% വസന്തയ്ക്ക് തള്ളണം. ഇതൊന്നും തള്ളാതെ ആയിരിക്കും ഇവൻ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ വസ്തു വീട് വെക്കാൻ നേരത്ത് അച്ഛനാകുന്ന പറയും, പറ്റില്ല മോനെ. പിന്നെ ഇവൻ വിൽക്കാനൊരുങ്ങുന്ന കോഴിയെ മേടിക്കാനുള്ള ആളുകൾ ആദ്യമായിട്ട് രംഗത്തേക്ക് വരുമ്പോൾ ബാക്കി കോഴി കച്ചവടക്കാർ ഇവനെ പൂട്ടിക്കാനുള്ള എല്ലാ പണിയും ആദ്യം ചെയ്യും. അതിനൊക്കെ കാശ് മിച്ചമുള്ളവൻ ഇറങ്ങി ചെയ്യുന്നതല്ലാതെ കാശ് കടമെടുത്ത് ചെയ്താൽ ബാങ്ക് സ്ഥലവും കൊണ്ടുപോകും. കാരണം കച്ചവട രംഗത്ത് നിൽക്കുന്നവൻ പുതിയൊരു കച്ചവടക്കാരൻ വരാതിരിക്കാനുള്ള എല്ലാ തന്ത്രവും അവർ കൂട്ടായി ചെയ്യും. അല്ല, ഒരു കച്ചവടക്കാരൻ പുതുതായി ഉണ്ടായി വരാൻ അവർ പ്രോത്സാഹിപ്പിക്കില്ല. ആയിക്കോട്ടെ. അതുകൊണ്ട് 100% നഷ്ടമേ വരുള്ളൂ എന്ന് അച്ഛനറിയാം. അപ്പോൾ ആഗമം പറഞ്ഞു. പക്ഷെ ഇവൻ്റെ അനുമാനങ്ങൾ ഇവനിരുന്ന് കണക്ക് കൂട്ടിയതാണ്. അതും കമ്പ്യൂട്ടറിലാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. എല്ലാം വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുമാനം തെറ്റുകയില്ല. കമ്പ്യൂട്ടറാകുമ്പോൾ ഒട്ടും തെറ്റുകയില്ല. അതൊക്കെ എടുത്ത് അമ്മയെ കാണിച്ചു, സഹോദരിയെ കാണിച്ചു, അവരും ഒക്കെ സൈഡായി. അച്ഛനും വിവരമില്ലാത്തതുകൊണ്ടാണ് നന്നാകാൻ ഈ മനുഷ്യൻ സമ്മതിക്കില്ല. ആ ചെക്കൻ ഇങ്ങനെയെങ്കിലും നന്നാകാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ സ്ഥലമൊന്നും കൊടുക്കണ്ടല്ലോ, ഈട് വെച്ചിട്ട് ബാങ്കിൽ നിന്നല്ലേ പണം കൊടുക്കുന്നത്, അത് അവൻ തിരിച്ചടച്ചോളൂ അല്ലേ, പിന്നെ നിങ്ങൾക്കൊന്ന് ഒപ്പിട്ട് കൊടുത്താൽ എന്താ? ലാസ്റ്റ് ഒപ്പിട്ട് കൊടുക്കും. കോഴി പക്ഷിപ്പനി വന്ന് കുറേ എണ്ണം ചാവും. ചത്തില്ലെങ്കിൽ ഗവൺമെൻറ് പക്ഷിപ്പനി പ്രഖ്യാപിക്കും. നഷ്ടം വരും. നഷ്ടം വരുമ്പോൾ ഈ മക്കളും അമ്മയും ഇവനും കൂടി പറയും, അത് എന്തിനിറങ്ങി പോകുമ്പോഴും ഇയാളൊരു തടസ്സം പറയും, അതുകൊണ്ടാണ് ഇത് നഷ്ടം. അപ്പോഴും ആഗമം ഉറക്കിയില്ല, അനുമാനം മോളി നിൽക്കും. അപ്പോൾ അനുമാനവും ആഗമവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ. പ്രത്യക്ഷവും അനുമാനവും തമ്മിൽ യോജിക്കാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പ്രമാണങ്ങൾ യോജിക്കാതെ വരുന്നിടത്താണ് ലൗകിക വ്യവഹാരങ്ങളിൽ ക്ലേശം കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അറിവ് എപ്പോഴൊക്കെയാണ് വൃത്തി ഇതരമാകുന്നത്, വൃത്തി നിരോധിക്കാതിരിക്കുന്നത്, അപ്പോഴൊക്കെ വൃത്തിയുമായി താതാത്മ്യം പ്രാപിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നാച്ചുറലായി വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ പ്രശ്നമില്ല. അത് വൃത്തി ഉണ്ടാകാതെ നിരോധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഇത് കാണാനും രസിക്കാനും എളുപ്പമാണ്. അതാണ് ഇത് തമ്മിലുള്ള ഭേദം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.